ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറുപയർ വെച്ചുള്ള നല്ലൊരു പായസം ഉണ്ടാക്കാം. അത് പാലൊഴിച്ചുള്ള പായസം, പശുവും പാൽ. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകണേ. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം. അടിക്ക് പിടിക്കുകയൊന്നും ചെയ്യരുത്. അടിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണം ഉണ്ടാവും. അപ്പോൾ ആ പയർ വേവാനുള്ള, പയർ മുങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ്. നമുക്കിത് അടപ്പത്ത് വെക്കാം. അപ്പോൾ ഒരു 5 വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേനും ഓഫാക്കി ഇടണേ. 5-6 വിസിൽ കേൾക്കുമ്പോഴത്തേനും. അപ്പോൾ അതേ നമുക്ക് ശർക്കര ആ സമയം കൊണ്ട് ഉരുക്കി വെക്കാം. അപ്പോൾ ഇവിടെ പൊടി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തീരെ കുറവാണ് മധുരം എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആവശ്യമുള്ളവർ അതനുസരിച്ചുള്ള ശർക്കര എടുക്കണേ. അപ്പോൾ ഞാനിത് ഉരുക്കുമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനിതിപ്പോൾ ഉരുക്കിയ എടുക്കുന്നത്. എന്തെങ്കിലും അഴുക്കുണ്ടോ ഇല്ലേ എന്നൊന്ന് നോക്കാമല്ലോ. അപ്പോൾ നല്ലതുപോലെ തിളക്കട്ടെ. വെള്ളത്തിൽ തിളക്കുകയൊന്നും വേണ്ട, വെള്ളത്തിൽ വെറുതെ കലക്കിയെടുത്താൽ മതിയേ. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ മൊത്തം ഒഴിക്കേണ്ട, ആവശ്യം അനുസരിച്ച് ഒഴിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് വെള്ളം പോലെ ആവണ്ട, നല്ലതുപോലെ ഒന്ന് കുറുകിയിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ശർക്കര ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഉരുകിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാമൊക്കെ എടുത്തിട്ടുള്ളൂ. ഒരു 400 ഗ്രാമൊക്കെ ഇടാം. അപ്പം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, കിസ്മസ്, അണ്ടിപ്പരിപ്പ്, പാല് കാച്ചി വെച്ചതാണ്. കുക്കറിലായതുകൊണ്ട് പെട്ടെന്നാവേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആവിയൊക്കെ പോയതിന് ശേഷമാണ് എടുത്തത്. വെന്തോ ഇല്ലേന്ന് നോക്കാം. കണ്ടതേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല, ആവശ്യത്തിനുള്ള വെള്ളവും ഉണ്ടായില്ലേ. ഇപ്പോൾ വെന്തോ ഇല്ലേന്നൊന്ന് നോക്കാം. നല്ല പൊടി പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഇട്ടങ്ങോട്ട് കലക്കി ഇങ്ങോട്ട് എടുക്കണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിലാണ് അരിച്ചത്. കണ്ട അഴുക്കൊന്നുമില്ല. അപ്പോൾ ഈ പയർ നല്ലതുപോലെ വെന്തതിന് ശേഷമേ ശർക്കര ഒഴിക്കാവോളെ. അല്ലെങ്കിൽ പയർ വേവാതെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പയറങ്ങനെ മരം പോലെ കിടക്കുകയുള്ളൂ, മൂരിച്ച് കിടക്കും, വേവില്ല മധുരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതിങ്ങനെ ഉടച്ച് ആ കുക്കറിൻ്റെ സൈഡിലേക്ക് കയ്യിലും കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കണേ. കണ്ടോ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വെന്ത് കലങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറുകിപ്പോകും. അതുകൊണ്ടാണ് അങ്ങോട്ട് വെന്ത് കലങ്ങി അങ്ങോട്ട് ആവണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ശർക്കരയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വറ്റട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അടിക്കൊന്നും പിടിക്കാതെ. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ നെയ്യും കൂടെ ഒഴിക്കുമ്പോഴത്തേനും നല്ലൊരു രുചിയായിരിക്കും. പായസത്തിന് എപ്പോഴും നെയ്യ് വേണമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് വെന്ത് കലങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എടുക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത്.
ഇരിക്കുമ്പോഴത്തേനും അത് നല്ലപോലെ കുറുകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഞാനിതിലേക്ക് കാച്ചി വെച്ചിരിക്കുന്ന പാലൊഴിച്ച് കൊടുക്കുവാണ്. കുറേശ്ശെയാണ് ഒഴിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ വെള്ളം അങ്ങോട്ട് ഒത്തിരി നീണ്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. തിളയൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മസും ഒന്ന് വറുത്തിടണേ. നെയ്യ് നല്ലതുപോലെ ചൂടാവട്ടെ. നെയ്യൊക്കെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഈ അണ്ടിപ്പരിപ്പ് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേനും നമുക്ക് കിസ്മസ് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മൂത്തൊക്കെ വരുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകുന്നതിന് മുമ്പ് ഈ കിസ്മസ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കരിഞ്ഞും പോകും. ഇനി നമുക്കിതിലേക്ക് കിസ്മസ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് കിസ്മസ് മൂക്കുമ്പോഴത്തേനും നല്ലപോലെ വീർത്ത് വരും. ആ സമയത്ത് വേണം നമുക്ക് തീ ഓഫാക്കാനായിട്ട്. ഞാനിതിപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കാൻ ആരും മറക്കരുതേ. നല്ല രുചി തന്നെയാണ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏലക്കായ ഇട്ടിട്ടില്ല. ഈ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. കണ്ടോ, ഞാൻ ഇങ്ങനെ ലൂസിലാണ് എടുത്തിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ചൂടാറുമ്പോഴത്തേനും നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പറ്റില്ല. സ്പൂണും കൊണ്ട് കോരി കുടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൂസായിട്ട് എടുത്തത്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മസും ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫാക്കിയേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കണ്ട, അധികം കുറുകി പോയിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചെറുപരിപ്പ് പായസമാണ്. ചെറുപരിപ്പല്ല, ചെറുപയർ പായസം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.